അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെശയ്യാപ്രവചനം 59 അധ്യായം 20 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന യഹോവയുടെ അരുളപ്പാട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 73 സങ്കീർത്തനം 1 വാക്യത്തിൽ ആസാഫ് പറയുകയാണ്, ദൈവം ഇസ്രയേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഇവിടെ ഇസ്രയേൽ എന്ന വാക്കുകൊണ്ട് ഇസ്രയേൽ ദേശത്ത് ജനിച്ചവർ എന്ന് അർത്ഥമില്ല. അബ്രഹാമിൽ നിന്നും ജനിച്ചു എന്നതുകൊണ്ട് അബ്രഹാമിൻ്റെ മകൻ ആകണമെന്നില്ല. അബ്രഹാമിൻ്റെ വിശ്വാസവും അബ്രഹാമിൻ്റെ ദൈവത്തോടുള്ള അനുസരണവുമുള്ള എല്ലാവരും വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ മക്കളാണ്. അതുപോലെ തന്നെ യെശയ്യാപ്രവചനം 59 അധ്യായം 20 വാക്യത്തിൽ നാം കേട്ടതുപോലെ സിയോനും യാക്കോബിൽ അതിക്രമം തിരിയുന്നവർക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ ദേശത്തുള്ള യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രയേൽ മക്കളാണെങ്കിലും മറ്റേത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവം ഒരു കാര്യം മാത്രമേ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ, അതിക്രമം വിട്ടുതിരിയുന്നവരാണോ എന്നതാണത്. ഇവിടെ അതിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ എന്നാണ് അതിക്രമക്കാർ എന്നതുകൊണ്ട് അർത്ഥം. അതിക്രമം വിട്ട് തിരിയാതിരുന്ന ഇസ്രയേലിനെ ദൈവം ഭൂമിയിലെല്ലായിടവും ചിതറിച്ചു കളഞ്ഞു. അങ്ങനെയാണല്ലോ കൊച്ചിയിലും മാളയിലും ഇന്ത്യയിലെ അനേക സ്ഥലങ്ങളിലും എന്തിനേറെ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും ഒരു തുണ്ട് ഭൂമി സ്വന്തം രാഷ്ട്രത്തിനില്ലാതെ മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിച്ച് ഇസ്രയേൽ മക്കൾ അലയേണ്ടി വന്നത്. എന്നാൽ ദൈവം അവരെ വീണ്ടും രക്ഷിച്ച് ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കുവാൻ അവസരം കൊടുത്തു. മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രയേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമനുഖത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ യഹോവ തയ്യാറായി. മിസ്രൈമിലെ ഇരുമ്പ് ചൂളയിൽ നിന്നുള്ള മോചനത്തിന് വീണ്ടെടുപ്പ് എന്നും അവരെ വീണ്ടെടുക്കുന്ന യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടെടുപ്പുകാരൻ എന്നുമാണ് വിളിക്കുന്നത്. എന്നാൽ ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വീണ്ടെടുക്കുവാനായി ഇസ്രയേൽ മക്കൾ ചില കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയെ അവർ എടുക്കണമായിരുന്നു. 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആണാടിനെ തന്നെ എടുക്കണമായിരുന്നു. ചെമ്മരിയാടോ കോലാടോ ആകാം. സന്ധ്യാസമയത്ത് ആ ആട്ടിൻകുട്ടിയെ അറുക്കണം. അതിൻ്റെ രക്തം കുറേ എടുത്ത് അതിനെ തിന്നുന്ന വ്യക്തികളുടെ വീടിൻ്റെ കട്ടളക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. തലയും കാലും അന്തർഭാഗങ്ങളും തീയിൽ ഇട്ട് ചുട്ടുകളയണം. ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ നിന്നും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരക്കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രി ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയുമില്ല. പുറപ്പാട് പുസ്തകം 12 അധ്യായം 3 മുതൽ 14 വരെയുള്ള ചില വാക്യങ്ങളാണ് നാം കേട്ടത്. മിസ്രയീമിൽ നിന്നും ഇസ്രയേൽ മക്കളെ വീണ്ടെടുക്കുവാൻ യഹോവ വരുന്നതിന് മുമ്പേ ഇസ്രയേൽ മക്കൾ നാം ഇപ്പോൾ കേട്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. തന്നെയുമല്ല, പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് ഇറങ്ങരുത് എന്ന് ഇസ്രയേൽ മക്കളോട് യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 12 അധ്യായം 22 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയായ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ മക്കൾ ചെയ്തിരുന്നു. ദൈവം ചെയ്യണമെന്ന് കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം അവർ ചെയ്തില്ലെങ്കിൽ മിസ്രയീം വിട്ട് അവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. ദൈവവചനം അനുസരിക്കുന്നതിൽ നാം ഉദാസീനത കാണിച്ചാൽ
സദാ നമ്മെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അലർന്ന സിംഹം പോലെയുള്ള സാത്താൻ നമ്മുടെ നിത്യജീവൻ നരകത്തിൽ കഴിക്കുമാറാക്കും. ദൈവം എല്ലാ കാലത്തും എല്ലാവരോടും കരുണ കാണിക്കും. അത് അവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. എന്നാൽ പാപത്തെ അവൻ വെറുക്കുന്നു, പാപികളെ അവൻ സ്നേഹിക്കുന്നു. യേശു കർത്താവ് പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി നമ്മുടെ പാപവും ശാപവും യേശുവിൻ്റെ പാപവും ശാപവുമായി പരിഗണിച്ചു. നമുക്ക് വേണ്ടി അവൻ പാപിയും ശാപഗ്രസ്തനുമായി തീർന്നു. പാപത്തിൻ്റെ ശിക്ഷ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ സഹിച്ചു. പാപം ചെയ്യാതെ ജീവിക്കുവാൻ നമുക്ക് യേശുവിൻ്റെ ആത്മാവിനെ അയച്ചു തന്നു. നമ്മെ പാപത്തിൽ നിന്നും അതിന് ശിക്ഷയായ നിത്യനരകത്തിൽ നിന്നും വീണ്ടെടുക്കുവാനാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അപ്രകാരമാണ് യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനായത്. യെശയ്യാ പ്രവചനം 59 അധ്യായം 20 വാക്യത്തിൽ അതിക്രമം വിട്ട് തിരിയുന്ന ഏതൊരാളുടെയും വീണ്ടെടുപ്പുകാരനാണ് അവൻ. വീണ്ടെടുപ്പുകാരനായ യേശു ഒരു ആവശ്യം മാത്രമേ നമ്മോട് പറയുന്നുള്ളൂ. അത് പാപം ചെയ്യരുത് എന്ന് മാത്രം ആണ്. ലോക ഗവൺമെൻറ്റുകൾ പാപമല്ല എന്ന് തീരുമാനിച്ചാൽ ദൈവത്തിന് പാപത്തെ പാപമല്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. പാപമുള്ള ദേശത്തിന്മേൽ ഞാൻ ദൃഷ്ടി വയ്ക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ആമോസ് 9 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയായ കർത്താവിൻ്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേൽ ഇരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ടാണ് ബാബേൽ സാമ്രാജ്യം ഈ ഭൂമുഖത്തു നിന്നും മാറ്റപ്പെട്ടത്. ഇന്ന് ബാബേൽ എന്ന സാമ്രാജ്യം ചെറിയൊരു ഗ്രാമമോ പട്ടണമോ മാത്രമായി അവശേഷിച്ചു. അത് പണിയുവാൻ തുടങ്ങിയ സദ്ദാം ഹുസൈൻ ക്രൂരമായി കൊല്ലപ്പെട്ടു. ദൈവവചനമാകുന്ന ബൈബിൾ അനുസരിക്കുന്ന രാഷ്ട്രമായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ. അവർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ആയിരുന്നു. ദൈവവചനത്തിനെതിരെ സാധുക്കളായ ജനങ്ങളെ കൊല്ലുകയും കവർച്ച ചെയ്യുകയും ചെയ്തിരുന്നതിനാൽ ഇന്ന് അവരെ മറ്റുള്ളവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് ബ്രിട്ടനെ ആരും ഗണ്യമാക്കുന്നില്ല എന്നാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു വരുവാൻ സമയമായിരിക്കുന്നു. കറയും ചുളുക്കവും നമ്മിലില്ലാതെ എല്ലാവരോടും കരുണ കാണിച്ച് എല്ലാവരോടും ക്ഷമിച്ച് നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നമുക്കും സൽഗുണപൂർണരാകാം. ഇനി യേശു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും നടക്കും. ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പാപം ചെയ്യാതെ യേശുവിനെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാനാണ് ഇനി കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. ആകയാൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നമുക്ക് കാത്തിരിക്കാം. യേശുദാനമായി തരുന്ന നിത്യജീവനെ നമുക്ക് അവകാശമാക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങ് ദാനമായി നൽകുന്ന നിത്യജീവൻ അവകാശികളായി തീർന്നിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവെ നിത്യജീവൻ അവകാശികളായി തീരുവാൻ മാനസാന്തരപ്പെട്ട് അങ്ങയുടെ മക്കളായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിച്ച ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പീഡ അനുഭവിക്കുന്ന ജനത്തോട് മനസ്സലിവ് കാണിച്ച് അവരതിൽ നിന്നും രക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.